ഇന്ന് നമ്മുടെ സ്പെഷ്യൽ തോരനാണ് കേട്ടോ. ആദ്യം ഞാൻ അതിനുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലെടുത്ത് മുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് ജീരകപ്പൊടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കറിവേപ്പിലയിട്ട് ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി, ഒരുപാട് അരയേണ്ട കാര്യമില്ല. നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് കണ്ടല്ലോ, നമ്മുടെ വാഴക്കൂമ്പാണ്. അതിൻ്റെ മുകൾ ഭാഗത്തെ പോളയൊക്കെ നമുക്കൊന്ന് ഇളക്കി കളയാം. ഒരുപാട് കളറുള്ള ഭാഗമൊക്കെ കളഞ്ഞാൽ മതി, മുഴുവനായിട്ട് ഇളക്കി കളയേണ്ട കാര്യമില്ല. ഒരു പോള കൂടി ഇളക്കിയിട്ട് ഞാനകത്ത് അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അവസാനം അരിഞ്ഞിടാം. കൂമ്പിൻ്റെ തുമ്പ് കൂടി കണ്ടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിങ്ങനെ കൊത്തി അരിഞ്ഞ് എടുക്കണം. ചെറുതായിട്ട് എത്രയും ചെറുതായിട്ട് അരിയാമോ അത്രയും ചെറുതായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം. പിന്നെ കൂമ്പിൻ്റെ മുകൾ ഭാഗത്ത് പോളയൊക്കെ ഇളക്കി കളയുമ്പോൾ അതിനകത്ത് അല്ലി വേണമെങ്കിൽ നമുക്കെടുത്ത് അരിഞ്ഞ് ചേർക്കാം, നല്ല ടേസ്റ്റാണ്. അല്ലി അരിയുമ്പോൾ അതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഭാഗം കാണും, അതെടുത്ത് കളയുന്നതാണ് നല്ലത്. നല്ല കട്ടിയായിരിക്കും, അതുകൊണ്ട് അതെടുത്ത് കളയണമെന്ന് പറയുന്നത്. കൂമ്പ് മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കറയൊക്കെ എടുത്ത് കളയണം. അതിങ്ങനെ നൂല് കൊണ്ട് കട്ടയായിട്ടായിട്ടിരിക്കും. നമുക്ക് തോരൻ വെക്കുമ്പോൾ പിരുന്ന് വരണ്ടേ, അതിപ്പോൾ ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ വലിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ നൂല് നമുക്കെടുത്ത് കളയാം. വെള്ളം ഒഴിച്ച് എടുക്കുന്നവരുണ്ട്, വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് കമ്പ് കൊണ്ട് ചുറ്റി എടുക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ കയ്യിൽ പറ്റിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ട് കറക്കി കൊടുത്താൽ മതി. ഒരു കൈ മാത്രം കറക്കിയാൽ മതി, ഒരു കൈയിലിങ്ങനെ വെക്കുക. എന്നിട്ട് കറക്കി കൊടുക്കുമ്പോൾ നൂലെല്ലാം നമ്മുടെ കയ്യിലിങ്ങനെ വന്നിട്ട് ബാക്കി നല്ല ഭാഗമെല്ലാം താഴെ വീഴും. ഇതിൻ്റെ വെളിച്ചെണ്ണ തൊട്ടിട്ട് കുറച്ചിട്ടിട്ട് ഇങ്ങനെ കറക്കിയെടുത്താൽ മതി. മുഴുവൻ സാധനവും അതിൽ വീഴും. നൂലെല്ലാം നമ്മുടെ കയ്യിൽ വരും. കണ്ടില്ലേ, ഇങ്ങനെ പിരിന്ന് ഇങ്ങനെ വീഴും. ഒരു ശകലവും നൂലുണ്ടാവില്ല, കറയും ഉണ്ടാവില്ല. ഞാൻ ആദ്യം തന്നെ അരച്ച് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, നേരം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കറുപ്പ് നിറം വരും. ഒരു സവാള അരിഞ്ഞ് ചേർത്ത് നമ്മുടെ അരപ്പും കൂടി ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ അടുപ്പത്തൊരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നല്ല തോന്ന് കിട്ടും ഇരുമ്പ് ചട്ടിയാകുമ്പോൾ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മൾ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്ന് പരിപ്പ്, അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറിൻ്റെ പിളർന്നത്, ചെറുപയർ നമ്മൾ പരിപ്പിനൊക്കെ എടുക്കും പോലെ വറുത്ത് പിളർത്തിയെടുത്തത്, അതോടെ ഇടുമ്പോൾ നല്ല തോന്ന് കിട്ടും. തോരൻ നമ്മൾ വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന കൂമ്പിൻ്റെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് ചൂടായി, എല്ലാം ഒന്ന് ചൂടായി, എണ്ണയൊക്കെ എല്ലായിടത്തും പറ്റി കഴിയുമ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 6 മിനിറ്റ് വേവിക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം തീയിൽ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കരിഞ്ഞു പോകാതെ നമ്മളത് അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ച് വെക്കണം. വീണ്ടും ഒന്ന് ഇളക്കി, അങ്ങനെ ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് തോർത്തി എടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനതൊരു ഹോട്ട് കേസിലേക്ക് മാറ്റുകയാണ്. ഹോട്ട് കേസിലേക്ക് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇരുമ്പ് ചട്ടിയിൽ കുറേ നേരം നമ്മൾ ഇത് വെച്ച് ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരുന്നാൽ അത് കറുത്ത് പോകും. കയ്പ്പ് രസവും ഉണ്ടാവും അതിന്.